ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരോളി കണ്ണെനക്ക് പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക് നട നട എന്നെ നടക്കണ്ട തെയ്യം മുടിയഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല് ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരോളി കണ്ണെനക്ക് പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക് നട നട എന്നെ നടക്കണ്ട തെയ്യം മുടിയഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല് കോലത്തേരെ വാഴുന്ന നാട്ടിലെ വലിയക്കാരനെ കണ്ടു കൊതിക്കും മില്ലത്തുള്ളൊരമ്പ തുറന്നേരം കണ്ടു കളിയാക്കും സമുദ്രി കൊലുത്തെയാണുങ്ങ മുല്ലപ്പൂവാസന ഏറ്റുമയങ്ങും വാലിട്ടെന്നെ കണ്ണെഴുതിക്കാൻ വർമുകിലോടി വരും പൂരംപൊടി പാറിയിട്ടും പൂരക്കളി ആടിയിട്ടും നോക്കിയില്ല നീ എന്നിട്ടും നീ എന്തി ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരോളി കണ്ണെനക്ക് പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക് നട നട എന്ന നടക്കണ്ട തെയ്യം മുടിയഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല് പൂവമ്പന്റെ കൊലച്ചു വെച്ചൊരു കരിമ്പൂവില്ലത്ത പടത്തലവ വാളെടുത്ത് വിശല് ഞാനത് മുറിക്കും പൂവാക്കും അല്ലി മലർ കുളക്കടവിലയാലുതി പെണ്ണുങ്ങ കണ്ടുപിടിക്കും നാട്ടു നടപ്പൊട്ടവർ നമ്മളെ കെട്ട് നടപ്പാക്കും എന്തെല്ലാം പാടിയിട്ടും മിണ്ടാതെ മിണ്ടിയിട്ടും മിണ്ടിയില്ല എന്നിട്ടും നീ എന്തി ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരോളി കണ്ണെനക്ക് പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക് നട നട എന്ന നടക്കണ്ട തെയ്യം മുടിയഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല് കീർത്തി എന്തോ ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. നമ്മുടെ മഞ്ചരി ചേച്ചിയുടെ പാട്ട് അല്ലേ? അതെ അതെ. ടെൻഷൻ ഉണ്ടായോ മഞ്ജരി ചേച്ചിയുടെ കൂടെ പാടാൻ? എന്തിന്? ചേച്ചി കൂളാണ്. ചേച്ചി കൂളാണ്. മഞ്ചരി ചേച്ചിയുടെ പാട്ടാണ്, പക്ഷെ ആരെ നോക്കിയാ പാടിയത്? അതാണ് എന്താണ് ശരത് സാർ ഇവിടെ നടക്കുന്നത്? അത് നിന്റെ അത് നോക്കിയ ലുക്ക് മാറി ശരത്തേട്ട് നോക്കിട്ടാ പാടിയത്. അവള് ഷാനിക്ക നോക്കിട്ടാ കീർത്തി പറഞ്ഞല്ലോ നോക്കിട്ടാ പാടിയത്. ഓക്കെ, ചോദിക്കാം. മഞ്ചരി ചേച്ചി, കീർത്തി പെണ്ണേ എന്തോ നല്ല സുന്ദരിയായിട്ടുണ്ട് കാണാൻ. താങ്ക് യു. ആ പടത്തിലെ പോലെയൊക്കെ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് നിങ്ങൾ ഇതിനൊക്കെ എടുക്കുന്ന ഡെഡിക്കേഷൻ ആണ് ശരിക്കും. ഒരു കഥാപാത്രമായി മാറാൻ വേണ്ടിയിട്ട് ശരിക്കും ഹാറ്റ്സ് ഓഫ്. കാരണം അതിനൊക്കെ ഇങ്ങനെ ഒരുങ്ങാന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവം തന്നെ. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമുണ്ടായിരുന്നു. ലാസ്റ്റിൽ നോക്കിയിട്ടൊരു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം, ഒരു എക്സ്പ്രഷനൊക്കെ കൊടുത്തില്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു. താങ്ക് യു. എനിക്ക് ഇഷ്ടപ്പെട്ടു മോള് പാടിയത്. ഇതിനകത്ത് ചില വാക്കുകൾ പറയുന്നത് അതൊരു ഓട്ടം പോലെ തോന്നി എനിക്ക്. പല്ലവിയില് നട നട അന്ന നട കണ്ട നട നട എന്നെ നടക്കണ്ട തെയ്യം. അവിടെ എന്താണ് ഒരു ദീർഘമുണ്ട്. നട നട അന്ന നട 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 എന്നെ നടക്കണ്ട തെയ്യം. നടക്കണ്ടെന്നല്ല, നട കണ്ട. നട നട എന്നെ നടക്കണ്ട. നടക്കണ്ടെന്നാ കേക്കുന്നേ. നടന്നു. നട നട അന്ന നട കണ്ട തെയ്യം കണ്ട. അന്നനട കണ്ട. നട കണ്ട് എന്നാണ് പാടണ മോള്. കണ്ട നട കണ്ട അകാരം. അതാണ് അത് നടക്കണ്ടെന്ന് കേൾക്കുന്നത് അവിടുന്ന്. നമ്മൾ അങ്ങനെ പഠിച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നോക്ക് 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 നോക്ക്. അത് പിന്നെ പൂവമ്പന്റെ അവിടെ ഒരു എല്ലാ ലൈനും കണക്റ്റഡ് ആണ് മോള്. അത് മോള് അവിടെ ശ്വാസം കട്ട് ചെയ്ത് വിട്ടു. അത് ചരണത്തില് ഒന്ന് പാടൂ. പൂവമ്പന്റെ കൊലച്ചു വെച്ചൊരു കരിമ്പൂവില്ലത്ത പടത്തലവ വാളെടുത്ത് വിശല് ഞാനത് മുറിക്കും പൂവാക്കും അല്ലി മലർ കുളക്കടവിലയാലുതി പെണ്ണുങ്ങ കണ്ടുപിടിക്കും നാട്ടു നടപ്പൊത്തവർ നമ്മളെ കെട്ട് നടപ്പാക്കും. ആ നേരത്തെ എല്ലാ വരിയും മുറിച്ചു പോയി.
അതാണ് എനിക്ക് അതിൽ തോന്നിയത്. പിന്നെ ആ ഇപ്പം മോള് പാടിയപ്പോൾ ഒക്കെ കുറച്ച് സോഫ്റ്റായി. നേരത്തെ അതിലൊരു വല്ലാത്തൊരു ഗാംഭീര്യത ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയത് ഈ നടക്കണ്ടെന്ന് എങ്ങനെയാണ് അത് മോളെങ്ങനെയാണ് അങ്ങനെ പഠിച്ചതെന്ന് ഞാൻ ആലോചിച്ചായിരുന്നു. ഈ പാട്ട് എത്രയോ പ്രാവശ്യം ഞാൻ ആലോചിച്ചു ഇനി ഞാൻ നടക്കണ്ടെന്നാണോ പാടിയതെന്ന്. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു കേട്ടോ. അതല്ലാതെ പിന്നെ അതിലൊരു സംഗതി ഉണ്ടല്ലോ അനുപല്ലവിയില് കോലത്തിരി വാഴുന്ന നാട്ടിലെ വലിയക്കാരനെ കണ്ടു കൊതിക്കും മില്ലത്തുള്ളൊരമ്പ തുറന്നേരം കണ്ടു കളിയാക്കും അത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്. അത് നോക്കണം. പിന്നെ ലാസ്റ്റ് അന്നനട ഒരു സംഗതി ഇല്ലേ, നട വന്നില്ല. അത് മാത്രമേ ഉള്ളൂ. അത് എടുത്ത് ഇങ്ങനെ നമുക്ക് ശ്രദ്ധ അതിലോട്ട് പോയി ആ നട ആ സ്ഥലം അതൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മോള് നന്നായിട്ട് പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേച്ചി ഒരു 2 ലൈൻസ് ഞങ്ങൾക്ക് വേണ്ടി. ചിന്നി ചിന്നി മിന്നിത്തിളങ്ങുന്ന വാരൊളി കണ്ണെനക്ക്, പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്, നട കണ്ട തെയ്യം മുടിയഴിക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല്. ചിന്നി ചിന്നി മിന്നിത്തിളങ്ങുന്ന വാരൊളി കണ്ണെനക്ക്, പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്, നട കണ്ട തെയ്യം മുടിയഴിക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല്. ഓക്കെ, താങ്ക് യു ചേച്ചി. ശരത് സാർ. കീർത്തി, എന്ത് സർ? ആരാണ് ഇത് പടച്ചു വിട്ടതെന്ന് പറയൂ. ഇത് ഉറുമി എന്ന സിനിമയിലെ പാട്ടാണ്. കൈതപ്പുറം ദാമോദരി നമ്പൂതിരി സർ. സാമൂതിരി നല്ലതാണ്. അണ്ണാച്ചിയുടെ പേരൊക്കെ മാറ്റി പറയുന്നുണ്ട്. പറഞ്ഞോ. മ്യൂസിക് ചെയ്തേക്കുന്നത് കൈതപ്പുറം സാറാണ്. അപ്പൊ ദീപക് കോപ്പി അടിച്ചത് അതല്ലേ? പാവം തിരിഞ്ഞുപോയി, കൺഫ്യൂഷൻ ആക്കല്ലേ. പാടിയതല്ലേ ദീപക്? അല്ലേ? അല്ലല്ല, പാടിയത് നമ്മുടെ സ്വന്തം മഞ്ജരി ചേച്ചിയാണ്. എന്താ ചെയ്ത്? സാറ് മ്യൂസിക് ചെയ്തു, ലിറിക്സ് ചെയ്തേക്കുന്നത് കൈതപ്പുറം സാറാണ്. സാമൂതിരി നമ്പൂതിരിയാണ് ലിറിക്. ഈ നടക്കണ്ടെന്ന് തന്നെയാണോ പഠിച്ചത്? കണ്ടെത്തെയും അന്നനട കണ്ട തെയ്യം മുടിയഴിക്കും. അതാണ് അന്നനട കണ്ട ഒരു ഇച്ചിരി ദീർഘം ഫീൽ ചെയ്യണം കേൾക്കുന്നവർക്ക് കേട്ടോ. അതിന്റെ ബാക്കിയൊക്കെ പറഞ്ഞു. ഇത് ഒരു ഇതിനകത്ത് ആ നോക്കാണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാണ്ടിരുന്നത്. അവസാനത്തെയും മുമ്പ്. പിന്നെ നോക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഷാനെ നോക്കിയപ്പോ ഷാർപ്പായിട്ട് അങ്ങ് പാടി. അതെന്താ അങ്ങനെ? അതുപോലെ എനിക്ക് വേറൊരു ഇത് ഇവിടെ അങ്ങോട്ട് നോട്ട് ചെയ്ത് വെക്കുന്നു. ബാക്കി രണ്ടുപേരും പടത്തലവ. ആ പടത്തലവയ്ക്കകത്ത് വേറെ എന്തോ ഒരു മണുമണാന്നൊരു സാധനം പാടി. അതൊരു കൊള്ളത്തില്ലായിരുന്നു. അപ്പൊ അതൊക്കെ ശരിയായിക്കൊള്ളുക കേട്ടോ. അത്രേ ഉള്ളൂ. പിന്നെ ഈ പാട്ട് അങ്ങനെ പിച്ചിക്കേറേണ്ട ഒരു പാട്ടും അല്ലല്ലോ. വളരെ ക്യൂട്ടായിട്ട് നമ്മുടെ മഞ്ജരി പാടിയ പാട്ടല്ലേ. അപ്പം അതിൻ്റെ ഒരു ക്യൂട്ട്നെസ് ഉണ്ട് ആ പാട്ടിന്. അപ്പം അത് ഒരു രസമുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക കുറേയും കൂടെ കേട്ടോ. നമ്മുടെ കോറസുകാർ അതിഭീകരമായ ജലദോഷവും കൊണ്ട് നിന്ന് രണ്ടുപേരും മൂക്കള ചിന്തലും അതിൻ്റെ കൂടെ പാട്ട് പാടലും അവരൊക്കെ എന്തൊക്കെയാലും പ്രശംസനീയമാണ് അവരുടെ വർക്ക്. നല്ല അവരുടെ ജോലി ചെയ്തു. അതായത് പറയാതിരിക്കാൻ വയ്യ പാവങ്ങൾ. അവർക്ക് രണ്ടുപേർക്ക് ഫിസിക്കലി ഡൗൺ. ചേച്ചി എന്റെ കോറസ് പാടാൻ വേണ്ടിട്ടാ വന്നത്. ശ്രേയിച്ച് അതുവരെ എവിടെയായിരുന്നു? ഹോസ്പിറ്റലായിരുന്നു. അതാ അത്രേ ഉള്ളൂ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക. ഹായ് കീർത്തി. അല്ല എം ജി സാർ, ബാക്കി രണ്ടുപേരാരാന്നറിയോ? ആ ഒന്നിച്ചിരിക്കുന്ന രണ്ടുപേർ കോറസ് പാടാൻ വന്ന്. ഞാൻ ഈ പുതിയതായതുകൊണ്ട് ഒരു പിടിയും കിട്ടുന്നില്ല. പിന്നെ ഇവിടുത്തെ ഉള്ള കളികൾ മനസ്സിലാക്കുന്നതേ ഉള്ളൂ. കളിയൊക്കെ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതിനോ മാത്രമല്ല ഇവിടെ സൗണ്ട് മാറി, ശബ്ദം മാറി. എന്താ മോടെ പേരെന്ത്? ഹായ് കീർത്തി ഇങ്ങനെയായിരുന്നു പറഞ്ഞു. അപ്പൊ എന്തരോ എവിടൊക്കെയോ ഒരു ഫാൾസ്
ഷാനെ പറഞ്ഞ കേക്കട്ടെ. നോക്കട്ടെ നോക്കി എങ്ങനെയാ പറയുന്നത് നോക്കട്ടെ. അയ്യോ ഫുൾ ഫോക്കസ് ഇപ്പൊ ഷാനിക്കയിലാട്ടോ. അതെ. എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? അയ്യോ അസലായിട്ട് പാടി. താങ്ക് യു സർ. നോ സീരിയസ്ലി ഗംഭീരമായിട്ട് പാടി. നല്ല രസമുണ്ടായി. കീർത്തി, ഈ സോങ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അത് ആ എക്സ്പ്രഷൻസ് ഒക്കെ കീർത്തി അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സർ. പിന്നെ ഇതിന്റെ എഴുത്ത്, ഈ പറഞ്ഞ പോലെ തിരുമേനിയുടെ എഴുത്ത് എന്ന് പറയുന്നത് ഇതൊരു പീരിയഡ് സിനിമ ആയതുകൊണ്ട് ആ കാലത്തെ ഒരു റൈറ്റിംഗ് ഒക്കെയാണ് ഇതിൽ തിരുമേനി കൊടുത്തിരിക്കുന്നത്. അത് മഞ്ചേരി അസലായിട്ട് പാടിയിട്ടുമുണ്ട്. പക്ഷെ മഞ്ചേരി കൊടുത്ത ഒരു സാധനം മാത്രം, അത് ഞാൻ ഇത് ഇഷ്ടം പോലെ സ്റ്റേജസ് ഒരുപാട് സിംഗേഴ്സ് നമ്മളിത് പാടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ മഞ്ചേരി കൊടുക്കുന്ന ഒരു സാധനമുണ്ട്, അതെനിക്ക് ഇതുവരെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അത് ഈ മുരിക്കും പൂവാക്കും കഴിഞ്ഞിട്ടൊരു ഉണ്ട്. അത് റിപ്ലിക്കേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാക്കി ഇത് ഇപ്പം കീർത്തി ചെയ്തത് ആർട്ടിഫിഷ്യലാന്നല്ല ഞാൻ പറയണേ, പക്ഷെ ആ ഒരു സാധനം റീപ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു ക്യൂട്ട്നെസ് അല്ലെങ്കിൽ ആ ഒരു കുസൃതി ഉണ്ട് ആ ഒരു സംഭവത്തിന്. മൊത്തം പാട്ടിൽ ആ ഒരു കുസൃതിയുടെ ഒരു സംഭവം ഉണ്ട്. എനിക്കത് ഇഷ്ടമായി. അങ്ങനെ അവിടെ നിന്നൊക്കെ നോക്കുന്നു. അപ്പം ഇറ്റ് വാസ് നൈസ്. ഈ ഉറുമി എന്ന് പറഞ്ഞ സിനിമ എനിക്കും വളരെ പ്രിയപ്പെട്ടതാണ്. ഞാനും ഇതിനകത്ത് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെരി ഡിയർ ടു മീ ദീപകേട്ടൻ്റെ ഒരു കമ്പോസിഷനിൽ ആൻഡ് വെരി ക്യൂട്ട് സോങ്. നന്നായിട്ട് തന്നെ പാടി. കേട്ടോ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. MG സാർ. കീർത്തി, എന്തോ സർ? നല്ല രസമായിരുന്നു കേട്ടോ. താങ്ക് യു സർ. രസമുണ്ട്. പാട്ട് തന്നെ ഒരു ക്യൂട്ട് സോങ് ആണ് അല്ലേ? അത് മഞ്ചേരി നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. ദീപക് അടിപൊളിയായിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. കൈതപ്പുറം സാർ എഴുതിയിട്ടുണ്ട്. അതെ. മോള് ഇതിനൊരു കൊഞ്ചലുണ്ട് ഈ പാട്ടിന്. അത് മോള് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മതി. ബേസ് വോയിസിനെ കുറച്ചങ്ങ് ഷാർപ്പാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല രസമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റൂ. ഒന്ന് ചിരിച്ചോണ്ട് പാടാൻ പറഞ്ഞു, ചെറുപ്പം പറ്റിയാലോ. നമ്മുടെ ഈ ശക്തി അല്ല, കുറച്ചുകൂടെ ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരുളി കണ്ണെനക്ക് പൂവരശ് പൂത്ത കണക്കണി അഞ്ചെനിക്ക് നടക്കണ്ട തെയ്യം മുടിയടിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തോളം ഒന്ന് ചേല്. ഇതൊരു ഏകദേശം മഞ്ചേരിയോട് അടുക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴ് ഈ പാട്ടിന്റെ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ പൂർണ്ണമായിട്ട് വരുന്നത്. മോള് നന്നായിട്ട് പാടി, പക്ഷെ ഇത് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒന്നുകൂടെ ഒരു പെപ്പിനെസ് ഫീൽ ചെയ്തേനെ. നന്നായിരുന്നു. പിന്നെ ഇവര് പറഞ്ഞ മഞ്ചേരി മൊത്തം A to Z പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനകത്ത് വേറെ പറയാനൊന്നുമില്ല. എന്തായാലും നല്ലൊരു പാട്ട് പാടി. പക്ഷെ ഇതുപോലെ ശ്രമിക്കണേ. ചില പാട്ടുകൾ മോഡശബ്ദത്തിലുള്ള പാട്ടുകൾ മോഡശബ്ദത്തിൽ തന്നെ പാടണം. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഷാർപ്പായിട്ട് തിന്നായിട്ട് പാടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. മഞ്ജരി ചേച്ചി, ഷാനൊക്കെ എവിടെയും കേൾക്കാത്ത, ആരും പാടി കേൾക്കാത്ത ആ ഒരു ഞങ്ങൾക്കൊന്ന് കേൾക്കാൻ പറ്റുമോ പ്ലീസ്? ഏതാണോ? ഓ, അതിന്റെ ഇടയിലുള്ള മുരിക്കും പൂവാക്കും. അല്ല, അത് ആക്ച്വലി അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ മഞ്ചരിക്ക് പറ്റും. ഞാൻ പറയുന്നത് ആ ഒരു എക്സ്പ്രഷൻ കൊണ്ടുവരാൻ. മോള് നോക്കും മോളെ, എവിടെ ഒന്ന് പിടിച്ചു നോക്കിയേ. മുരിക്കും പൂവാക്കും ചെണ്ടപ്പത്തിന് ആ ഒരു കൊഞ്ചൽ ഉണ്ടല്ലോ, അത് അതിന്റെ കൂടെ വരണം. അതെ, ഒന്നാ നമ്മുടെ സാമൂതിരി നമ്പൂതിരി എഴുതിയ ചേച്ചി അത് കൊറേ അത് ഒറ്റ ടേക്കിൽ തന്നെ അത് സെറ്റ് ആയിരുന്നു. ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ 3 പ്രാവശ്യം ഞാൻ പോയി പാടി. കാരണം ആദ്യത്തെ പ്രാവശ്യം വേറെ ലിറിക്സ് ആയിരുന്നു, രണ്ടാമത്തെ പ്രാവശ്യവും വേറെ ലിറിക്സ് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു സത്യത്തിൽ ഞാൻ ഇത് പാടാൻ പോകുമ്പോൾ വെച്ചു, ദൈവമേ ഇതിനിയും ഇത്രയും ആയിട്ടും ഈ പാട്ട് ഒന്നും ഇതാവുന്നില്ലല്ലോ, ഫിക്സ് ആവുന്നില്ലല്ലോ എന്ന്. 3ാമത്തെ പ്രാവശ്യം പോയപ്പോഴാണ് ഈ ലിറിക്സിലേക്ക് പക്കയായത്. പക്ഷെ അത് ചിന്നി ചിന്നി മിന്നിത്തിളങ്ങുന്ന വാരുളി കണ്ണെനിക്ക് എന്നായിരുന്നു. അപ്പൊ അത് കണ്ണൂർ ആ ഭാഗം ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് ഭാഷ മാറ്റി ട്രൈ ചെയ്താലോ. എല്ലാവരും തലശ്ശേരി കണ്ണൂർ ഭാഗത്തൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പം നമ്മളൊരു എക്സ്പെരിമെന്റ് പോലെ ചുമ്മാ അങ്ങ് പാടിയതാ. പാടിയപ്പോൾ ഇതിങ്ങനെ വന്നു, ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പോയി പോഹ നമ്മൾ ഇതിൻ്റെ അകത്ത് എനിക്കൊരു സ്വാതന്ത്ര്യം തന്നിരുന്നു ഇതിനകത്ത് എന്തെങ്കിലും എക്സ്പ്രഷൻസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നോട് ചോദിച്ചു ഒരു ഇട്ടാലോ എന്ന് ചോദിച്ചു. അങ്ങനെ വന്ന് ഭവിച്ചതാണ്. അതെ, അങ്ങനെ വന്ന് ഭവിച്ചതാണ്. ചേച്ചി കീർത്തി 8.6
ഒരു ചേഞ്ച് വേണമല്ലോ മഞ്ചരി. അങ്ങനെയാണെങ്കിൽ അതെ, ശരത് സാറിന്റെ മാർക്ക്, ശരത് സാറിന്റെ മാർക്കാണ് ഇപ്പൊ സാർ പറഞ്ഞത്. അല്ല എന്റെ അല്ല, അല്ലേ? എന്റെ അല്ല, മഞ്ചരിയുടെ മാർക്ക്. ആണോ? എന്നാലും അത് കറക്റ്റാ, അത് കറക്റ്റാ. 8.6 താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ 8.5. താങ്ക് യു സർ. ഇപ്പൊ മനസ്സിലായല്ലോ. ഓക്കെ, താങ്ക് യു. ഷാനിക്ക എന്തായാലും എല്ലാവരെക്കാളും കൂടുതലുണ്ട്. ഇട്ടിട്ട് പോടെ. MG സർ 8.2. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 25.3. താങ്ക് യു. ഓക്കേടാ. Ni pa maga